ഏവൻഗേലിയനായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാകുന്നു. അതിൽ 9-ാമത്തെ വാക്യം എടുത്ത് വായിച്ചു കൊള്ളട്ടെ. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ യഹോവേ, നിന്റെ സന്നിധിയിൽ നിന്റെ വചനവുമായി അടിയൻ നിൽക്കുന്നു. നാഥാ, നിന്റെ പരിശുദ്ധാത്മാവിനെ തന്ന് അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കർത്താവെ നിന്റെ നാമമഹത്വത്തിനും, ദൈവമേ ഇവിടെ നിന്റെ തിരുസന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവമേ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ വചനത്തെ അവർ ഹൃദയത്തിൽ കർത്താവെ മനനം ചെയ്യാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കട്ടെ. അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഒരിക്കലും നിന്റെ നാമത്തിന് ദൂഷകരമാകുന്നത് ഇടയാവാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനെ തന്ന് ബലപ്പെടുത്തണമെന്നും യാചിക്കട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ച യേശുവിൻ്റെ തിരുസന്നിധി തന്നെ സമർപ്പിക്കട്ടെ. ആമേൻ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗത്തിലെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് മഗ്ദലേയ മറിയയാണ്. ആരാണ് മഗ്ദലേയ മറിയ? ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നു 7 ഭൂതങ്ങളിൽ നിന്ന് പുറത്താക്കിയവളാണ് എന്ന്. എന്നാൽ പിന്നീട് നാം കാണുന്നു യേശുവിനോട് കൂടി ചേർന്ന് നടന്നവളാണ്. യേശുവിൻ്റെ സുവിശേഷം നടക്കുമ്പോൾ അതിന് പണം സഹായിച്ചവളാകുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടവളാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടവളാണ് മറിയ. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായി എന്തൊക്കെയോ കുറിച്ച് അധികം കാര്യങ്ങൾ മറിയയിൽ നിന്ന് നാം മനസ്സിലാക്കാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു കുറച്ച് ചിന്തകൾ മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയായിരുന്നു മഗ്ദലേയ മറിയ. മഗ്ദല എന്ന ദേശത്ത് നിന്ന് വരുന്നത് കൊണ്ടാണ് മറിയയ്ക്ക് മഗ്ദല മറിയ എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ മറിയനെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ക്രൂശാരോഹണവും ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ മത്തായിയുടെ സുവിശേഷത്തിനേക്കാൾ കൂടുതലായി ആ ഒരു ഭാഗം നല്ല രീതിയിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നന്നേ വെളുപ്പിന് ഇരുട്ടുള്ള സമയത്ത് മറിയ കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് നമുക്ക് ഏവർക്കും സുപരിചിതവും കാണാതെ അറിയാവുന്നതുമായ കുറച്ച് ഭാഗങ്ങളാണ്. ഓർക്കുക, ക്രിസ്തു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, റോമൻ സൈന്യമുണ്ട്, നല്ല ഇരുട്ടുള്ള രാത്രി. മറിയ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് യാത്ര ചെയ്യുന്നത്? അതൊരിക്കലും ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു ചിന്തയിലാവണം എന്നില്ല. മറിച്ച് ക്രിസ്തുവിനോടുള്ള വളരെ അചഞ്ചലവും നിഷ്കളങ്കവുമായൊരു സ്നേഹം കൊണ്ടാവണം മറിയ കർത്താവിൻ്റെ കല്ലറയിലേക്ക് യാത്ര ചെയ്തത്. അതായത് തനിക്ക് വിടുതൽ നൽകിയ ക്രിസ്തുവിനോട് കൂടി ഒന്ന് ചേർന്നിരിക്കുക. എന്നാൽ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയാൽ എത്രയോ പേർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്ത ആരും തന്നെ കർത്താവിനെ ഇത്രത്തോളം പിൻപറ്റിയതായി വചനത്തിൽ കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് മറിയ ഇത്രത്തോളം കർത്താവിനെ പിൻപറ്റാൻ വേണ്ടി അങ്ങനൊരു വലിയ തീരുമാനമെടുത്തു? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 2 മില്ലേനിയം പുറകോട്ട് യാത്ര ചെയ്യണം. അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ കിടന്ന ജനങ്ങൾ സ്ത്രീക്ക് യാതൊരുവിധ
പേരോ അങ്ങനെ സ്ഥാനമോ സ്ത്രീ എക്സിസ്റ്റൻസിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മിറക്കിൾസ് ഇങ്ങനെ നടക്കുന്നു, ക്രിസ്തു ഉപദേശിക്കുന്നു, ജീവനെ പറ്റി ഉപദേശം കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട് ആരാലും കാണാതെ ഒരു പക്ഷേ അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു മഗ്ദലേയിലെ മറിയ. ആ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 7 ഭൂതങ്ങളിൽ നിന്നുള്ള ഒരു വിടുതലിനേക്കാൾ അപ്പുറമായി മറിയ അനുഭവിച്ചിരുന്ന ഒരു അവഗണനയിൽ നിന്ന് കർത്താവ് അവൾക്ക് കൊടുത്ത സൗഖ്യമാണ്. അല്ലെങ്കിൽ ഈ അപമാനങ്ങളില്ലേ, അതായത് 7 ഭൂതങ്ങൾ ബാധിക്കപ്പെട്ട് നടക്കുന്ന ഒരു സ്ത്രീ, ഒരു പക്ഷെ ആരും അവളെ ഗവനിക്കാനുണ്ടായിരുന്ന കാണില്ല. എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തി, ആരും ഓൺ ചെയ്യാനില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയിൽ നിന്ന് കർത്താവ് അവൾക്ക് വിടുതൽ കൊടുക്കുകയാണ്. ഞാൻ ഈ അപമാനം എന്ന് പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ പേടിക്കുന്ന കൂട്ടത്തില്ല. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഈ അപമാനം എന്നുള്ളൊരു കാര്യത്തെ ഭയക്കുന്നുണ്ടാവും. ഈ അപമാനം എന്ന് പറയുന്നത് വാഗുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളല്ല. ചിലപ്പോൾ ചില നോട്ടങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ അവഗണിക്കും. ചിലപ്പോൾ ചില മനുഷ്യരെ നമ്മൾ അവരുടെ ശരീരത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന വസ്ത്രമോ അവരുടെ സ്റ്റാറ്റസിൻ്റെ ഒക്കെ പേരിൽ നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിങ്ങനെ തട്ടി മാറ്റി കളയുന്നുണ്ടാവില്ലേ. ചിലപ്പോൾ ചിലർക്ക് അതൊരു അപമാനമാണ്. നമ്മളിലെ പലരും ഒരു പക്ഷേ ഇങ്ങനെ പുറത്തു പോലും ഇറങ്ങാതെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതിൻ്റെ കാരണവും ഈ ഒരു അപമാനത്തെ ഭയന്നുകൊണ്ടാവാം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഈ അപമാനത്തെയാണ്. ഒരിക്കലൊരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. റീഡർ എന്നൊരു പുസ്തകത്തിൽ 2ാം ലോക മഹായുദ്ധ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയാണ്. ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് കുറച്ചധികം കുട്ടികളെ കൊണ്ടൊരു വാഹനം യാത്ര ചെയ്യുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ നിർഭാഗ്യവശാൽ ആ വാഹനം ബോംബിട്ട് തകർക്കപ്പെടുന്നു. അപ്പോൾ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്രാവൽ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങളുടെ മേലധികാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ എഴുത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇതിന് ആരോപണ വിധേയായ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഹന്ന എന്നാണ് അവളുടെ പേര്. ഈ സ്ത്രീയുടെ മുമ്പിൽ ഈ ജഡ്ജി ഇങ്ങനെ പറയും, അവർക്ക് ഒരു പേപ്പറും പേനയും കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ കൈയക്ഷരത്തിൽ എന്തെങ്കിലും ഒന്ന് എഴുതുക, ഇത് എഴുത്തുകൾ രണ്ടും ഒന്നാണോ എന്ന് അറിയുന്നതിന് വേണ്ടി. പെട്ടെന്ന് ഹന്ന പറയും, ഞാനാണ് ഇത് എടുത്തെഴുതിയത്, ശിക്ഷ വിധിച്ചോളൂ എന്ന് പറഞ്ഞ് 20 വർഷത്തെ കഠിന തടവിന് ഹന്നയെ വിധിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ ഒരു കോർട്ട് റൂമിൽ ഈ ഹന്നയുടെ ഒരു സുഹൃത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിയമ വിദ്യാർത്ഥിനിയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ഈ കോർട്ടിന് വെളിയിലേക്ക് പോകുന്നു. വളരെ ഭാരത്തോടെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. കാരണം അദ്ദേഹത്തിനറിയാം ഹന്നയ്ക്ക് എഴുത്തും വായനയും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഹന്ന ഇത് എഴുതുന്നത്? താൻ ഇത്രയധികം ജനങ്ങളുടെ മുൻപിൽ വെച്ച് എനിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹന്നയുടെ ബുദ്ധിമുട്ടാണ് 20 വർഷത്തെ ആ കഠിന തടവ് സ്വയം സ്വീകരിക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. ഈ ഒരു സ്നേഹം, അതായത് ക്രിസ്തുവിൻ്റെ ഇത്ര അചഞ്ചലവും ഇത്ര വലിയൊരു സ്നേഹത്തെ അനുഭവിച്ചത് കൊണ്ടാണ് മറിയ ഈ കല്ലറയിൽ വന്നിങ്ങനെ തേങ്ങിക്കരയുന്നത്. കല്ലറയിൽ വരുമ്പോൾ മറിയ കാണുന്നത് കല്ലറ തുറന്നിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശരീരം അവിടെ കാണാനില്ല. അവൾ ഓടിപ്പോയി ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വരുന്നു. ശിഷ്യന്മാർ വരുന്നു, അവർ നോക്കുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമില്ല എന്ന് കാണുന്നു. അവർ വളരെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ മറിയ പോകുന്നില്ല. മറിയ വീണ്ടും ആ കല്ലറയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ കുനിഞ്ഞ ആ കല്ലറയിലേക്ക് വീണ്ടും നോക്കുകയാണ്. അപ്പോൾ മറിയ എന്തായിരിക്കും നോക്കുക? ആ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സാധാരണ ആളല്ല. വിധവകളുടെ, അനാഥരുടെ, രോഗികളുടെ ഒക്കെ ക്രിസ്തുവിനെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ ഭാരമാണ് മറിയ ഇങ്ങനെ വീണ്ടും 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 കരയിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ദൂതന്മാർ അവളോട് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിങ്ങളിവിടെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ അവനെ ഗലീലയിൽ വെച്ച് കാണുമെന്നാണ് പറയുന്നത്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ആ കല്ലറയുടെ അവിടെ വെച്ച് തന്നെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് മറിയയ്ക്കാണ്. എന്തുകൊണ്ടാവാം? ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന
അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുവാണെങ്കിൽ സോ കോൾ ബെസ്റ്റീസായ പത്രോസിനോ യോഹന്നാനോ ഒന്നും പ്രത്യക്ഷപ്പെടാതെ മറിയയ്ക്ക് തന്നെ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് തോന്നുന്നു അത് മേ ബി ഒരു സഡൻ ചേഞ്ച് ഇൻ പ്ലാൻ ആവാം. അതായത് ഓൾറെഡി ഇങ്ങനെ ഗലീലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് വിചാരിക്കുമ്പോഴും മറിയയുടെ ഈ നിസ്വാർത്ഥമായ സ്നേഹത്തിന് മുൻപിൽ കർത്താവ് സ്വയം തൻ്റെ ആ ഒരു ഇതിനെ ഒന്ന് മാറ്റി അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാവാം. അതുകൊണ്ടാവാം അവൾ ആദ്യത്തെ അപ്പോസ്തലയായി മാറിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ ഓടി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു ജേർണി അല്ല. ക്രിസ്തുവിനെ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ മിക്കപ്പോഴും, എല്ലാവരുടെയും എന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ മിക്കപ്പോഴും ഒരു ആവശ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ പേരിലായിരിക്കാം എപ്പോഴും നമ്മളിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിക്കൽ പോലും മറിയേനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രഘോഷിച്ച മറിയ എന്ന പേരിൽ ഒരു പക്ഷേ മഗ്ദലേയിലെ മറിയ ഫേമസ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കാതെ കർത്താവിൻ്റെ കല്ലറയിൽ കർത്താവിനെ നോക്കിയിരിക്കുന്ന അത്രയും അഗാധമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. അതായത് എനിക്ക് വിടുതൽ നൽകിയ ക്രിസ്തുവിനെ ഇനി ജീവിതത്തിൽ ഏത് സർക്കംസ്റ്റാൻസസ് വന്നാലും ഞാൻ ഒരിക്കലും കൈവിടില്ല, ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് പറയുന്ന മറിയയുടെ ഒരു വിശ്വാസം നമുക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. അന്ന് എനിക്ക് 13, എൻ്റെ സഹോദരന് 6 വയസ്സുമാണ്. ജീവിതത്തിൻ്റെ ഈ ഒരു കഴിഞ്ഞ 20-22 വർഷക്കാലം അവർ ജീവിച്ചൊരു ജീവിതമുണ്ട്. ഇന്നേ വരെ നമ്മളോടങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ. പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് കരയുന്ന ഒരമ്മേനെ ഞങ്ങൾ കാണാറുണ്ട്. ആ കരച്ചിലിൻ്റെ പ്രതിഫലനമാണ് യാതൊരു അർഹതയും യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഞാനിന്നിങ്ങനെ നിങ്ങളുടെ മുൻപിൽ ഈ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനവുമായി നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പ്രിയമുള്ള അമ്മമാരെ, നമ്മുടെ മക്കൾ ഒന്നും ആയില്ല, നമ്മുടെ മക്കളെങ്ങും എത്തിയില്ല എന്നൊക്കെയുള്ളൊരു ഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിന് മുൻപിൽ സകലവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കഴുതകളെ കൊണ്ട് ആവശ്യമുള്ള ക്രിസ്തുവാണ്. എല്ലാം തികഞ്ഞവരെ അല്ല അവൻ എപ്പോഴും നോക്കുന്നത്. ആരോരുമില്ലാത്ത, ആരും നോക്കാനില്ലാത്തവരെ അവൻ ചേർത്ത് പിടിക്കുന്നു. ആ ക്രിസ്തുവിനെ ഓർക്കുക എന്നുള്ളത്, ആ ക്രിസ്തുവിനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ. അത് അത്രത്തോളം യാത്ര ചെയ്തതുകൊണ്ടാണ് മറിയ ആദ്യത്തെ അപ്പോസ്തലയായി യാത്ര ചെയ്യാൻ സാധിച്ചത്. ഞാൻ വെറും 2-3 കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുൻപിലേക്ക് മറിയൽ കൂടെ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. ഒന്ന്, നമ്മളുടെ ഏത് സൈലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും ആരും തിരിച്ചറിയാതെ ഒരു പക്ഷേ മുറിയുടെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ ഒക്കെ ഉള്ളറയിലിരുന്ന് നമ്മളിങ്ങനെ വേവുന്ന എല്ലാ ദുഃഖങ്ങളും അറിയുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മളെ വിടുതൽ നൽകാൻ വിശ്വസ്തനാണ്. 2, അങ്ങനെ നമുക്ക് വിടുതൽ നൽകുന്ന ക്രിസ്തുവിനെ കുരിശോളമല്ല അതിനപ്പുറത്തോളം ഓർക്കുവാനും അവനെ പേറുവാനും നമ്മൾ ബാധ്യസ്ഥതയുള്ളവരാണ്. 3, ഈ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർത്തപ്പെടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ വചനത്താൽ ദൈവം നമ്മളെ